ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി എ.വി. ഗോപിനാഥ് രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് ഭരണസമിതി യോഗം ചേർന്ന എ.വി. ഗോപിനാഥിനെ വീണ്ടും ചെയർമാനായി തിരഞ്ഞെടുത്തു. നിയമന ഉത്തരവിലെ പിഴവ് മൂലമാണ് രണ്ടാമതും ചുമതലയേൽക്കേണ്ടി വന്നത്. കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ എം.ജി. രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ.വി. അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി. മനോജ് ബി. നായർ, എം.യു. ഷിനിജ എന്നിവർ പങ്കെടുത്തു. ഈ മാസം 8-ന് എ.വി. ഗോപിനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നുവെങ്കിലും സാങ്കേതികമായ പിഴവുകൾ നിയമക്കുരുക്കിന് വഴിവെക്കുകയായിരുന്നു. മുൻ ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയന്റെ കാലാവധി തീരുന്നതിന് മുൻപേ അദ്ദേഹത്തെ രാജിവെപ്പിച്ചായിരുന്നു ഗോപിനാഥിനെ നിയമിച്ചത്. എന്നാൽ വിജയന് പകരക്കാരനായി നിയമിക്കുന്നു എന്ന ഉത്തരവ് വന്നതോടെ വിജയന്റെ കാലാവധി അവസാനിക്കുന്ന മാർച്ച് 13 വരെ മാത്രമേ ഗോപിനാഥിന് തുടരാനാകൂ എന്ന വാദമുയർന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവും മുൻ ഭരണസമിതി അംഗവുമായ കെ. കുഞ്ഞുണ്ണി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് സർക്കാർ പുതിയ ഉത്തരവിറക്കിയത്. കോടതി ഇടപെടൽ ഭയന്നും പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് കണക്കിലെടുത്തുമാണ് ഞായറാഴ്ച തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ നടത്തിയത്. റവന്യൂ, ദേവസ്വം, നിയമവകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച ഗുരുതരമായ പിഴവാണ് സത്യപ്രതിജ്ഞയും തെരഞ്ഞെടുപ്പും ആവർത്തിക്കാൻ കാരണമായത്. ദേവസ്വം സെക്രട്ടറി അടക്കമുള്ളവർ ഇത് ശ്രദ്ധിച്ചില്ല എന്നതും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അതേസമയം ഗോപിനാഥിനൊപ്പം ഭരണസമിതി അംഗമായി ചുമതലയേറ്റ എം.യു. ഷിനിജയ്ക്ക് ഇത് ബാധകമാവില്ല. ഭരണസമിതി അംഗമായിരുന്ന വി.ജി. രവീന്ദ്രന്റെ കാലാവധി പൂർത്തിയായ ഒഴിവിലേക്കാണ് ഷിനിജയെ സർക്കാർ നിയമിച്ചത്. TCV ന്യൂസ്, ഗുരുവായൂർ.